അഭിഷേകമാണ് പാരായണം ചെയ്യുന്നത്. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ഇന്ദ്രൻ ഭഗവാനെ വന്ന് അനുഗ്രഹിക്കുകയും ഭഗവാനെ വന്ന് മാപ്പ് ചോദിക്കുകയും ഭഗവാൻ ഇന്ദ്രനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. അവിടെ ഐരാവതത്തെയും കാമധേനുവിനെയും കൊണ്ടുവന്ന് ഭഗവാന് അഭിഷേകം ചെയ്യുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. സമ്പൂർണ്ണ നാരായണ പാരായണത്തിൽ 64-ാം വശം. ആലോക്യ ശൈലോധരണാതിരൂപം പ്രഭാവമുച്ചൈ സവഗോപലോക വിശ്വേശ്വരം താമഭിമധ്യ വിശ്വേ നന്ദം ഭവജ്ജാതകമന്ന പൃച്ഛൻ. തതോമാനോദിത തത്വബോധ സുരാതിരാജ സഹ ദിവ്യഗവ്യ ഉപേദ്യ തുഷ്ടാവസനഷ്ടഗർവ സൃഷ്ടാ പദാബ്ജം മണിമൗലിനാദേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ ജഗ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ. ജഗത്രയേശേ ത്വയി ഗോകുലേശേ തദാഭിഷിക്തേ സതി ഗോപവാട നാഗേഭി വൈകുണ്ഠപദേപ്യലഭ്യ ശ്രിയം പ്രഭേദേ ഭവത പ്രഭാവാത്. സസംഭ്രമം തേന ജലാധിപേന പ്രഭൂജിതസ്ത്വം പ്രതീര്യതാദം ഉപാഗതസ്ത്വക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യഃ. പുരത്പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധോ ചിരം നിമഗ്ന കൽപോപസംഖാ ത്വയൈവ മുമുൻ പുനരുദ്ധാസ്തേ. ദേവപുത്രാവധാനേ പരമതമനവാപ്യം ദർശിതം ഭക്തിഭാജാം ത്വതിക പശുവരൂപീ ത്വഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമേഭ്യ. പവനപുരനിവാസിൻ പാഹി മാമേഭ്യ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അടുത്ത 5 അധ്യായങ്ങൾ രാസപഞ്ചക അധ്യായങ്ങളാണ്. ഭാഗവതത്തിലെ 29 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ ഇവിടെ 5 ദശകങ്ങളിലായിട്ട് നാരായണ ഭട്ടതിരിപ്പാട് ഒതുക്കിയിരിക്കുകയാണ്. ദശകം 65 മുതൽ 69 വരെ ഭഗവാന്റെ രാസലീല ഗോപികളുമായിട്ടുള്ള ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും കൂടിച്ചേരലാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗോപീജനായ കഥിതം നിയമാവസാനി മാനോസോം തമദസാദയിതും പ്രവൃത്തം സാന്ദ്രേണ ചാന്തമവസാ ശിശിരീകൃതാശേ പാപൂരയോ മുരളികാം യമുനാവനാന്തേ.